ഞങ്ങളുടെ മകൾ അനുഭവിച്ച വേദന അവൻ അറിയണം. അയാൾക്ക് അങ്ങനെയുള്ള ശിക്ഷ കിട്ടണ്ടേ? നിയമത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധി ഇതായിരിക്കും. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് ആ മാതാപിതാക്കൾ പ്രതികരിച്ചത്. വിധിയിൽ ഭാഗിക ആശ്വാസമുണ്ടെങ്കിലും പ്രതിക്ക് വധശിക്ഷ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ചുമത്തിയ പ്രധാന കുറ്റമായ കൊലപാതകം ഉൾപ്പെടെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതായി വ്യക്തമാക്കിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചനയോ മുൻവൈരാഗ്യമോ ഇല്ലാത്ത സാഹചര്യത്തിൽ കേസ് അപൂർവങ്ങളിൽ അപൂർവം വിഭാഗത്തിൽപ്പെടുത്താൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 307, 326, 324, 323, 341, 201 എന്നീ വകുപ്പുകൾക്കൊപ്പം ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3, 4 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും പ്രതി ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്നായിരുന്നു ശിക്ഷാവിധി. പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. എന്നാൽ വിധിയിൽ ആശ്വാസമുണ്ടെങ്കിലും മകൾ അനുഭവിച്ച വേദന പ്രതിയും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി വന്ദനയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കി. പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കാൻ മേൽക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. എന്റെ മകൾ അനുഭവിച്ച വേദന എന്റെ മകളുടെ ശരീരത്തിലേക്ക് 27 അതിന്റെ വേദന പ്രാണപുരങ്ങളോടെ ഒരുപാട് എല്ലാവരും. കോടതിയുടെ വിധിയിൽ ആശ്വാസമുണ്ട്. അത് തൽക്കാലം പറയാൻ സാധിക്കില്ല. കാരണം ചെയ്ത തെറ്റിന് പര്യാപ്തമായ ഒരു ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ പോലെ തന്നെ ഞങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഈ പ്രതിക്ക് 30 വർഷത്തെ തടവും അതിനുശേഷം ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പൊതുസമൂഹത്തെ പോലെ ഞങ്ങളും ഉദ്ദേശിച്ചത് ഈ ഒരു ശിക്ഷയല്ലായിരുന്നു. കാരണം അതിനുവേണ്ടി ഞങ്ങൾ കൂടുതൽ ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ച ശേഷം ഞങ്ങൾ കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പറയാനുള്ളത്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ മാനസിക അസ്വസ്ഥതയുള്ളയാളാണെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ ശക്തമായ വാദം നടത്തി. കേസിൽ വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന ആവശ്യം. വിധി പ്രസ്താവം കൂടുതൽ പരിശോധിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കൂ. പ്രതി ജീവിതകാലം മുഴുവൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം 2 തരത്തിലുള്ള ശിക്ഷകളാണ് കോടതിക്ക് നൽകാൻ സാധിക്കുന്നത്. ഒന്ന് ജീവപര്യന്തം തടഞ്ഞു കഴിഞ്ഞ തടവും, അതല്ലെങ്കിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് വധശിക്ഷയും കോടതിക്ക് അനുവദിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് അപൂർവമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് 302 പ്രകാരമുള്ള അടുത്ത ശിക്ഷയായ ജീവപര്യന്തം കഠിന തടവ് കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 പ്രകാരം 1 ലക്ഷം രൂപ പിഴ കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് കൂടാതെ മറ്റു വകുപ്പുകൾക്കും കോടതി പിഴ ഉത്തരവുണ്ടായിട്ടുണ്ട്. അപ്പീല് ഈ കേസിലെ പ്രതിക്ക് കോടതി ഉത്തരവിട്ടിരിക്കുന്ന ശിക്ഷ ശരി പോരാ എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് പ്രതി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ രോഗിയുടെ ആക്രമണത്തിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു ഇത്. കേസിൽ കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് കുറ്റപത്രം സമർപ്പിച്ചു. 70-ലേറെ സാക്ഷിമൊഴികൾ, 30-ൽ പരം തുണ്ടിമുതലുകൾ, 200-ലധികം രേഖകൾ എന്നിവയാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.